ഫ്രണ്ട്സ്, ലോഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് പോലീസ് അണ്ടർ BNSS ആണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പോലീസ് ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ നോക്കാം. നമ്മുടെ ഇന്ത്യ ഒരു ഫെഡറൽ സ്ട്രക്ചറിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയിൽ ലോ എൻഫോഴ്സ്മെന്റിനും ക്രൈം പ്രിവെൻഷനും അതുപോലെ തന്നെ പബ്ലിക് സേഫ്റ്റിക്കും വേണ്ടിയിട്ടാണ് നമ്മൾ പോലീസ് ഫോഴ്സിനെ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ആർട്ടിക്കിൾ 246 പ്രകാരം നമ്മുടെ പോലീസ് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന ഒരു കാര്യമാണെന്നും കൂടി ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ സ്റ്റേറ്റിനും യൂണിയനും പ്രത്യേകമായിട്ടുള്ള പോലീസ് ഫോഴ്സുകൾ ഉണ്ട്. അതായത് യൂണിയന്റെ ഭാഗത്ത് വരുന്ന പോലീസ് ഫോഴ്സ് വേറെയും നമ്മുടെ സ്റ്റേറ്റിന്റെ ഭാഗത്ത് വരുന്ന പോലീസ് ഫോഴ്സ് വേറെയാണ്. ഇതിന് രണ്ടിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് തന്നെ ഇന്ത്യക്കുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ യൂണിയനും സ്റ്റേറ്റിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പോലീസ് ഫോഴ്സ് ഉണ്ടാവാനുള്ള 4 റീസൺസ് ആണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തെ റീസൺ ആയിട്ട് വരുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും നമ്മൾ യൂസ് ചെയ്യുന്നത് പോലീസ് ആക്ട് 1861 ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന ചില നിയമങ്ങൾ, അതായത് ഇന്ത്യൻ പീനൽ കോഡ്, അതുപോലെ തന്നെ നമ്മുടെ ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, എവിഡൻസ് ആക്ട്, ഇതൊക്കെ കോമൺ ആയിട്ട് നമ്മൾ എല്ലാ സ്ഥലത്തും ഇന്ത്യയിൽ ഉടനീളം ഉപയോഗിക്കുന്ന ആക്ടുകളാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ പോലീസ് സർവീസ്, അതായത് IPS എന്ന് പറയുന്നത് ഒരു ഓൾ ഇന്ത്യ സർവീസാണ്. അതായത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ആണ് IPS ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് പോലീസ് ഫോഴ്സിലേക്കുള്ള ഒരു സീനിയർ ഓഫീസേഴ്സിനൊക്കെ നിയന്ത്രിക്കുന്നത് ഈ IPS എന്നാണ്. അതായത് ഇന്ത്യൻ പോലീസ് സർവീസ് ആണ് ഇവരെ റിക്രൂട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെയും നമ്മുടെ ഇന്ത്യൻ പൊളിറ്റിയുടെയും ഒരു കോസി ഫെഡറൽ ക്യാരക്ടറും ഇതിന് കാരണമാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു നമ്മുടെ സെൻട്രലിനും സ്റ്റേറ്റിനും സെപ്പറേറ്റ് ആയിട്ടുള്ള പോലീസ് ഓർഗനൈസേഷൻ ഉണ്ട് എന്ന്. അപ്പം നമുക്ക് എന്താണ് സെൻട്രൽ പോലീസ് ഓർഗനൈസേഷൻ അഥവാ CPO എന്ന് നോക്കാം. നമ്മുടെ CPOനെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ വരുന്നത് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് ആണ്, അതായത് CAPF ആണ് നമ്മുടെ ആദ്യത്തെ കാറ്റഗറി ആയിട്ട് വരുന്നത്. രണ്ടാമത്തതിൽ വരുന്നത് ബ്യൂറോ ഓഫ് പോലീസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അഥവാ CBI, ഡയറക്ടറേറ്റ് ഓഫ് കോർഡിനേഷൻ ഓഫ് പോലീസ് വയർലെസ്, ഇന്റലിജൻസ് ബ്യൂറോ, നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിമിനോളജി ആൻഡ് ഫോറൻസിക് സയൻസ്, ഇവയാണ് അടുത്ത കാറ്റഗറി ആയിട്ട് വരുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു നമ്മുടെ സെൻട്രൽ പോലീസ് ഓർഗനൈസേഷനെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് കാറ്റഗറി ആയിട്ട് നമ്മൾ പറഞ്ഞത് ആംഡ് ഫോഴ്സിനാണ്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ ആംഡ് ഫോഴ്സ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആണ്. അതായത് നമ്മുടെ ഇന്ത്യയുടെ പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിന്റെയും ബോർഡർ പ്രൊട്ടക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് വരുന്നത് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് ആണ്. അതായത് നമ്മുടെ CRPF, അതായത് നമ്മുടെ ഇന്റേണൽ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ, അതായത് നമ്മുടെ ബോർഡറിലും കാര്യങ്ങളിലും ഒക്കെ ആയിട്ട് നമ്മുടെ രാജ്യത്തിനകത്തുള്ള ഇന്റേണൽ സെക്യൂരിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് CRPFൽ വരുന്നവർ. അടുത്ത കാറ്റഗറി വരുന്നത് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ആണ്. അതായത് നമ്മുടെ ടിബറ്റൻ അതിർത്തിയിൽ, ചൈനയുടെ അതിർത്തിയിലുള്ള സെക്യൂരിറ്റിക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഫോഴ്സാണ് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് എന്ന് പറയുന്നത്. അടുത്ത സെൻട്രൽ ആംഡ് ഫോഴ്സ് ആയിട്ട് വരുന്നത് SSB ആണ്. അതായത് നമ്മുടെ നേപ്പാളിലും ഭൂട്ടാന്റെയും ബോർഡറിലുള്ള ഫോഴ്സിനാണ് നമ്മൾ SSB എന്ന് പറയുന്നത്. പിന്നീട് വരുന്നത് ആസാം റിലീഫ് ആണ്. അതായത് നമ്മുടെ നോർത്തേൺ സ്റ്റേറ്റിന്റെ കൗണ്ടർഫീറ്റ് കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അവിടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഫോഴ്സാണ് ആസാം റിലീഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ പോർഷനായ സെൻട്രൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഇന്റലിജൻസ് ഏജൻസീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് CBI ആണ്. നമുക്കറിയാം നമ്മുടെ ക്രൈമിന്റെ പ്രിവെൻഷനും അതിന്റെ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് CBI ആയിട്ട് വരുന്നത്. അതായത് കറപ്ഷൻ, ഫിനാൻഷ്യൽ ഫ്രോഡ്, അതുപോലെ തന്നെ സീരിയസ് ആയിട്ടുള്ള ക്രിമിനൽ കേസസ്, ഇതിലൊക്കെയാണ് CBI അന്വേഷണം നടത്തുന്നത്. അടുത്ത വരുന്നത് ഇന്റലിജൻസ് ബ്യൂറോ ആണ്. അതായത് നമ്മുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ളതും അതുപോലെ തന്നെ കൗണ്ടർ ഇന്റലിജൻസിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഏജൻസിയാണ് ഇന്റലിജൻസ് ബ്യൂറോ എന്ന് പറയുന്നത്. അടുത്ത വരുന്നത് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് ആണ്. അതായത് നമ്മുടെ എക്കണോമിക് ഒഫൻസുകളിലുള്ള ഇൻവെസ്റ്റിഗേഷനിൽ പ്രവർത്തിക്കുന്ന ഇന്റലിജൻസ് ഏജൻസിയാണ് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സ്മഗ്ലിംഗ് പോലുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഈ ഏജൻസി പ്രവർത്തിക്കുന്നത്. അടുത്ത വരുന്നത് സ്പെഷ്യലൈസ്ഡ് ഫോഴ്സ് ആണ്. ഇതിൽ ഫസ്റ്റ് വൺ ആയിട്ട് വരുന്നത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അഥവാ NIA ആണ്. അതായത് നമ്മൾ ടെററിസം റിലേറ്റഡ് ആയിട്ടുള്ള ഒഫൻസിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഏജൻസിയാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്ന് പറയുന്നത്. രണ്ടാമത് വരുന്നത് നാഷണൽ സെക്യൂരിറ്റി ഗാർഡാണ്. അതായത് കൗണ്ടർഫീറ്റ് ആയിട്ടുള്ള ടെററിസങ്ങളിലാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. അതായത് റെസ്ക്യൂ ഓപ്പറേഷൻ്റെ കാര്യത്തിലൊക്കെ ഫോക്കസ് ചെയ്യുന്ന ഇന്റലിജൻസ് ഏജൻസിയാണ് നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് എന്ന് പറയുന്നത്. ഇതും ഒരു ആംഡ് ഫോഴ്സിന്റെ ഭാഗമാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റേറ്റ് പോലീസ് ഓർഗനൈസേഷൻ ആണ്. അതായത് നമ്മൾ പറഞ്ഞു നമ്മുടെ സെൻട്രലിനും സ്റ്റേറ്റിനും ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സെൻട്രലിന്റെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്ത വരുന്നതാണ് സ്റ്റേറ്റ് പോലീസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ലിസ്റ്റ് 2-ൽ 7th ഷെഡ്യൂളിലായിട്ടാണ് സ്റ്റേറ്റ് പോലീസ് ഓർഗനൈസേഷൻ അഥവാ നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റിൻ്റെ കാര്യങ്ങൾ പറയുന്നത്.
അവിടെയാണ് നമുക്കൊരു പോലീസ് ഫോഴ്സ്, അതായത് ഓരോ സ്റ്റേറ്റിനും ഒരു പോലീസ് ഫോഴ്സ് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ലിസ്റ്റ് 2-ൽ 7th ഷെഡ്യൂളിലാണ്. നമ്മുടെ സ്റ്റേറ്റ് പോലീസ് ഓർഗനൈസേഷൻ്റെ മെയിൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ സ്റ്റേറ്റ് പോലീസ് പ്രവർത്തിക്കുന്നത് നമ്മുടെ പോലീസ് ആക്ട് 1861 നിലവിൽ വന്ന നമ്മുടെ പോലീസ് ആക്ടിനെ ബേസ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ പോലീസ് കമ്മീഷൻ 1816 നിലവിൽ വന്ന പോലീസ് കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. നമ്മുടെ സ്റ്റേറ്റിൽ പോലീസിൻ്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് DGP ആണ്. അതായത് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആണ് നമ്മുടെ ഹെഡ് ഓഫ് ദ പോലീസ് ആയിട്ട്, അതായത് സ്റ്റേറ്റിൽ നമ്മുടെ ഹെഡ് ഓഫ് ദ പോലീസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് DGPനെയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസ്ട്രിക്ട് പോലീസിനെ പറ്റിയിട്ടാണ്. അതായത് നമ്മൾ പറഞ്ഞു സ്റ്റേറ്റിനും സെൻട്രലിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പോലീസ് ഫോഴ്സ് ആണ് ഉള്ളത് എന്ന് പറഞ്ഞു. അതിൽ തന്നെ നമ്മുടെ സ്റ്റേറ്റിൽ നമ്മുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് DGP ആണെന്ന് പറഞ്ഞു. ഇനി അവരുടെ അണ്ടറിൽ വരുന്നതാണ് നമ്മുടെ ഡിസ്ട്രിക്ട് പോലീസ് എന്ന് പറയുന്നത്. അതായത് SP ആയിരിക്കും, സൂപ്രണ്ട് ഓഫ് പോലീസ് ആയിരിക്കും ഇതിൻ്റെ ഹെഡായിട്ട് പ്രവർത്തിക്കുന്നുണ്ടാവുക. അതായത് ഒരു ജില്ലയിൽ ഒരുപാട് പോലീസ് സ്റ്റേഷനുകൾ ഉണ്ടാവും. ഈ പോലീസ് സ്റ്റേഷൻ്റെ ഒക്കെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഈ SP ഓഫീസ് വെച്ചിട്ടായിരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ ഡിസ്ട്രിക്ട് പോലീസായിട്ട് പറയുന്നത്. അതായത് ഈ ഒരു ഡിസ്ട്രിക്റ്റിൽ തന്നെ വിവിധ ബേസിക് യൂണിറ്റുകളായിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതിൽ തന്നെ ഒരു പ്രത്യേക സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയാസ് ഇവർക്ക് പെട്രോളിങ്ങിന് വേണ്ടിയിട്ട് കൊടുക്കുകയും ചെയ്യും. അതാണ് ഡിസ്ട്രിക്ട് പോലീസിൽ വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പോലീസ് ഫോഴ്സിലെ സ്പെഷ്യലൈസ്ഡ് വിങ് ആയിട്ട് വരുന്നതാണ് ഒന്ന് ട്രാഫിക് പോലീസ്, രണ്ടാമത്തത് വുമൺ പോലീസ് യൂണിറ്റ്. അതായത് വനിതാ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക തരം പോലീസ് യൂണിറ്റുകളുണ്ട്. അതായത് വുമൻസിൻ്റെയും ചിൽഡ്രൻ്റെയും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് മാത്രം, അവരുടെ എതിരായിട്ട് വരുന്ന ക്രൈംസ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ക്രൈംസിന് എതിരായിട്ട് മാത്രം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് വുമൺ പോലീസ് യൂണിറ്റുകൾ വരുന്നത്. പിന്നീട് വരുന്നത് മറ്റൊരു കാര്യമാണ് സൈബർ ക്രൈം. അതായത് നമ്മുടെ BNSSഉം BNS ഒക്കെ വന്ന ടൈമിൽ സൈബർ ക്രൈംസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടായിരുന്നു ലോസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം സൈബർ ക്രൈംസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൈബർ സെല്ലുകൾ പ്രവർത്തിക്കുന്നത്. പിന്നീട് വരുന്നത് എക്കണോമിക് ഒഫൻസ് വിങ് ആണ്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹൈറാർക്കി ഓഫ് പോലീസ് ആണ്. അതായത് നമ്മുടെ സ്റ്റേറ്റ് പോലീസ് ഓർഗനൈസേഷൻ്റെ ഹൈറാർക്കിയാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഇവിടെ ഫസ്റ്റ് വൺ വരുന്നത് DGP ആണ്. DGPക്ക് താഴെ IG വരും, IGക്ക് താഴെ SP വരും. SP കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്നത് സബ് ഡിവിഷണൽ പോലീസ് ഓഫീസർ അഥവാ SDPO ആണ്. SDPO കഴിഞ്ഞാൽ പിന്നെ വരുന്നത് SHO ആണ്. SHO കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്പെഷ്യലൈസ്ഡ് യൂണിറ്റ്സ് ആയിട്ടുള്ള ആൻറ്റി ടെററിസം സ്ക്വാഡ്, അതുപോലെ തന്നെ CIDs, അതുപോലെ തന്നെ STF ഒക്കെ വരുന്നുണ്ട്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് റോൾ ആൻഡ് ഫംഗ്ഷൻ ഓഫ് പോലീസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് ലോ എൻഫോഴ്സ്മെൻറ്റ് ആൻഡ് ക്രൈം കൺട്രോൾ ആണ്. രണ്ടാമത്തേതായിട്ട് വരുന്നത് പബ്ലിക് ഓർഡർ ആൻഡ് സേഫ്റ്റി ആണ്. മൂന്നാമത്തേതായിട്ട് വരുന്നത് നമ്മുടെ എമർജൻസി സിറ്റുവേഷനുകളിലും അതുപോലെ തന്നെ ഡിസാസ്റ്ററോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ സിറ്റിസണിനെയും അതുപോലെ തന്നെ വൾണറബിൾ ആയിട്ടുള്ള ഗ്രൂപ്പ്സിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളത് നമ്മുടെ പോലീസിൻ്റെ ഒരു ഫംഗ്ഷനായിട്ട് വരുന്നതാണ്. പിന്നീട് വരുന്നത് നമ്മുടെ സിറ്റിസൺസിൻ്റെയും, അതായത് സിറ്റിസണിൻ്റെ മാത്രമല്ല എല്ലാ ഹ്യൂമൻസിൻ്റെയും റൈറ്റ്സും ഡിഗ്നിറ്റീസും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്നതും നമ്മുടെ പോലീസ് ഫോഴ്സിൻ്റെ ഒരു ഫംഗ്ഷനാണ്. അതുപോലെ തന്നെ ഇൻ്റലിജൻസ് ഗ്യാതറിങ്ങും ഇവരുടെ ഒരു ഫംഗ്ഷനായിട്ട് വരുന്നതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പവർ ഓഫ് പോലീസ് ആണ്. അതിനു മുന്നായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്താണ് പവർ ഓഫ് പോലീസ്? ഫസ്റ്റ് വണ്ണായിട്ട് വരുന്നത് അറസ്റ്റ് ചെയ്യാനും ഡീറ്റെയിൻ ചെയ്ത് വെക്കാനും ഉള്ള പവർ നമ്മുടെ പോലീസിനുണ്ട്. അതായത് ഒരാളെ സസ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ, അയാൾ കുറ്റവാളിയാണെന്ന് തോന്നുകയാണെങ്കിൽ അയാൾ അറസ്റ്റ് ചെയ്യാനും ഡിറ്റക്റ്റ് ചെയ്യാനുള്ള അവകാശം നമ്മുടെ പോലീസിനുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുവാനും അതുപോലെ തന്നെ സെർച്ച് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അവരെ എക്സാമിൻസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും റെക്കോർഡുകൾ കീപ്പ് ചെയ്യാനും ഒക്കെ ഉള്ള അവകാശം നമ്മുടെ പോലീസിനുണ്ട്. അതുപോലെ തന്നെ ആവശ്യമുള്ള സാഹചര്യങ്ങളിലാണെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ഫോഴ്സ് യൂസ് ചെയ്യാനും പോലീസിന് പറ്റും. അതുപോലെ തന്നെ ട്രാഫിക് മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ വാറണ്ട് എക്സിക്യൂഷൻ, ഇതൊക്കെ പോലീസിൻ്റെ പവറായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡ്യൂട്ടീസ് ഓഫ് പോലീസ് ഡ്യൂറിങ് അറസ്റ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഡ്യൂട്ടി ആയിട്ട് വരുന്നത് ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ എന്ത് ഗ്രൗണ്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തതെന്ന് ആ വ്യക്തിനെ അറിയിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഡ്യൂട്ടി ആയിട്ട് വരുന്നത് അറസ്റ്റ് ചെയ്ത ആൾക്ക് അവരുടെ ഫ്രണ്ട്സിനെയോ റിലേറ്റീവ്സിനെയോ ഈ അറസ്റ്റ് ചെയ്ത വിവരം അറിയിക്കാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവർക്ക് ലീഗൽ എയ്ഡിനുള്ള സാഹചര്യങ്ങൾ, അതായത് ഒരു അഡ്വക്കേറ്റ്സിനെ കോൺടാക്ട് ചെയ്യാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ളതും പോലീസിൻ്റെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്. അതുപോലെ തന്നെ
ഈ അറസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ പോലീസ് ഓഫീസർ ക്ലിയർ ആയിട്ടുള്ള യൂണിഫോം ധരിച്ചിട്ടുണ്ടാവണം, അതുപോലെ തന്നെ നെയിം ടാഗ് വിസിബിൾ ആയിരിക്കണം. ഇതൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അടുത്തതായിട്ട് വരുന്നത് അറസ്റ്റ് മെമ്മോ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവണം എന്നുള്ളതാണ്. അതായത് നെയിം, ടൈം, പ്ലേസ് ഇതൊക്കെ കൃത്യമായിട്ട് അറസ്റ്റ് മെമ്മോയിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. അടുത്തതായിട്ട് പറയുന്നത് അത്രയും നെസസറി ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രമേ ഫോഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹാൻഡ് കഫ് യൂസ് ചെയ്യുന്നതും റെയർ ആയിട്ടുള്ള സിറ്റുവേഷനിൽ മാത്രമായിരിക്കണം എന്നും ഇവിടെ പറയുന്നുണ്ട്. അടുത്തതായിട്ട് ഒരു വുമണിനെയാണ് അറസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു ലേഡി പോലീസ് ഓഫീസർ ഉണ്ടാവണം എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ അറസ്റ്റ് ചെയ്ത ആളുടെ ഹെൽത്തും സേഫ്റ്റിയും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും പോലീസിന്റെ ഡ്യൂട്ടിയാണ്. അതായത് അവർക്ക് കൃത്യമായ മെഡിക്കൽ എക്സാമിനേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തണം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. പിന്നീട് വരുന്നത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ലീഗൽ എയ്ഡിന്റെ കാര്യം. അതായത് കൃത്യമായിട്ടൊരു അഡ്വക്കേറ്റിനെ കാര്യങ്ങൾ ഇൻഫോം ചെയ്യാനുള്ള അവകാശം നമ്മുടെ അറസ്റ്റഡ് പേഴ്സണിനുണ്ട്. അതുപോലെ തന്നെ അടുത്തതായിട്ട് വരുന്നത് ഡിലേ ആവാതെ തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഈ അറസ്റ്റ് ചെയ്ത ആളെ ഹാജരാക്കുക എന്നുള്ളതാണ്. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് റൈറ്റ് ഓഫ് അറസ്റ്റഡ് പേഴ്സൺ ആണ്. അതായത് അറസ്റ്റ് ചെയ്യപ്പെട്ട പേഴ്സന്റെ റൈറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. നമ്മുടെ ആർട്ടിക്കിൾ 22 ക്ലോസ് 1 കൃത്യമായിട്ട് അറസ്റ്റഡ് പേഴ്സൺസിന്റെ റൈറ്റിനെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ BNSSന്റെ സെക്ഷൻ 47ലും 55ലും 77ലും അറസ്റ്റഡ് പേഴ്സൺസിന്റെ റൈറ്റ്സിനെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ BNSSന്റെ സെക്ഷൻ 48 റിലേറ്റീവ്സിനെയും മറ്റും ഇൻഫോം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലീഗൽ പ്രാക്ടീഷണറെ കോണ്ടാക്ട് ചെയ്യാനുള്ള കാര്യങ്ങളും നമ്മുടെ BNSSൽ പറയുന്നുണ്ട്. അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡ്യൂട്ടീസ് ഡ്യൂറിങ് സെർച്ച് ആൻഡ് സീസർ ആണ്. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് വാറന്റ് ആൻഡ് അതോറൈസേഷൻ ആണ്. അതായത് നമ്മൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വാഹനം സീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അല്ലെങ്കിൽ ഈ സ്ഥലം സെർച്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള വാറന്റും നമ്മൾ ഏത് അതോറിറ്റീനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത് എന്നുള്ളതും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവണം എന്നുള്ളതാണ് വാറന്റ് ആൻഡ് അതോറൈസേഷനിൽ വരുന്നത്. അടുത്ത വരുന്നത് ഡോക്യുമെന്റേഷൻ ആണ്. അതായത് നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ സീസ് ചെയ്യുന്ന കാര്യങ്ങളും കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവണം. അപ്പൊ അടുത്ത വരുന്നത് ട്രാൻസ്പെറൻസി ആണ്. അതായത് നമ്മൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സെർച്ച് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വാറന്റ് ഉണ്ടോ അല്ലെങ്കിൽ FIR ആണോ, ഇത് കൃത്യമായിട്ട് ആ ആൾക്ക് പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ് ട്രാൻസ്പെറൻസിയിൽ വരുന്നത്. അതുപോലെ തന്നെ അടുത്തതായിട്ട് വരുന്നത് നമ്മൾ ആ ആളുടെ പ്രൈവസി പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളതാണ്. അതായത് അവരുടെ പ്രൈവസിനെയും കൂടി നമ്മൾ റെസ്പെക്ട് ചെയ്യണം എന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മളൊരു വുമണിനെയാണ് സെർച്ച് ചെയ്യാൻ പോകുന്നതെങ്കിൽ അതിൻ്റെതായ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളതാണ് റെസ്പെക്ട് പ്രൈവസിയിൽ വരുന്നത്. അടുത്ത വരുന്നത് റിപ്പോർട്ടിംഗ് ആണ്. നമ്മൾ എന്തൊക്കെ സെർച്ച് ചെയ്തു, എന്തൊക്കെ സീസ് ചെയ്തു എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള റെക്കോർഡിന്റെ കോപ്പീസ് നമ്മൾ നിയറസ്റ്റ് മജിസ്ട്രേറ്റിന് കൊടുക്കുക എന്നുള്ളതാണ് റിപ്പോർട്ടിങ്ങിൽ വരുന്നത്. പിന്നീട് വരുന്നത് എവിഡൻസ് ഹാൻഡ്ലിംഗ് ആണ്. അതായത് നമ്മൾ കൃത്യമായിട്ട് ഒരു അക്യുറേറ്റ് ആയിട്ടുള്ള റെക്കോർഡ് കീപ്പ് ചെയ്യുക, അതുപോലെ തന്നെ നമ്പേഴ്സും മാർക്സും ഒക്കെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് എവിഡൻസ് ഹാൻഡ്ലിംഗിൽ വരുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് BNS പ്രൊവിഷൻ റിലേറ്റഡ് ടു സെർച്ച് ആൻഡ് സീസർ ആണ്. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് സെക്ഷൻ 49 ആണ്. സെക്ഷൻ 49 പറയുന്നത് സെർച്ച് ഓഫ് അറസ്റ്റഡ് പേഴ്സൺ ആണ്. അതായത് അറസ്റ്റ് ചെയ്ത ആളെ സെർച്ച് ചെയ്യാനുള്ള അവകാശമാണ് നമ്മുടെ സെക്ഷൻ 49 പറയുന്നത്. പിന്നീട് വരുന്ന സെക്ഷൻ 97 ആണ്. അതായത് നമ്മുടെ സ്റ്റോളൺ പ്രോപ്പർട്ടീസോ അല്ലെങ്കിൽ ഫോൾസ്ഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സോ സൂക്ഷിച്ചു എന്ന് പറയപ്പെടുന്ന സ്ഥലം, അതിനെ സസ്പെക്ട് ചെയ്യുന്ന സ്ഥലം നമുക്ക് സെർച്ച് ചെയ്യാനുള്ള അവകാശമാണ് സെക്ഷൻ 97 വരുന്നത്. പിന്നീട് വരുന്നത് സെക്ഷൻ 103 ആണ്. അതായത് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് അത് സെർച്ച് ചെയ്യാനുള്ള അവകാശമുള്ള പേഴ്സണെയാണ് നമ്മൾ സെക്ഷൻ 103 പറയുന്നത്. പിന്നീട് വരുന്നത് സെക്ഷൻ 106 ആണ്. 106 പറയുന്നത് ചില പ്രത്യേക പ്രോപ്പർട്ടീസ് സീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവകാശമുള്ള പോലീസ് ഓഫീസറെ പറ്റിയിട്ടാണ്. പിന്നീട് വരുന്നത് സെക്ഷൻ 503യും 504 ആണ്. അതായത് പ്രോപ്പർട്ടി ഡിസ്പോസലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സെക്ഷൻ 503ലും 504ലും പറയുന്നത്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് പോലീസ് അണ്ടർ BNSS ആണ്. അപ്പോൾ താങ്ക് യു.